കൊടുത്താലും എന്ത് ഭക്ഷണം കൊടുത്താലും മാതാപിതാക്കൾക്ക് മതിയാകും. എന്നാൽ ചില ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത 10 ഭക്ഷണങ്ങൾ. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകരൻ. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത 10 ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത് കാർബണേറ്റഡ് പാനീയങ്ങൾ, അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് കൊക്കക്കോള, പെപ്സി മുതലായവ. ആ കാറ്റഗറിയിൽ അതുപോലെ തന്നെ വരുന്ന മറ്റു പാനീയങ്ങൾ. ഈ പാനീയങ്ങൾ ഇന്ന് കുട്ടികൾ ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇവ അമിതമായി കഴിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരമായി കഴിക്കുന്നത് കുട്ടികൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പല പഠനങ്ങൾ പലവട്ടം ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയ്ക്ക് പകരമായി നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള നമ്മുടെ നാടൻ പാനീയങ്ങളുണ്ട്. അവ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ സംഭാരം, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം തുടങ്ങിയവയൊക്കെ. ഇനി രണ്ടാമതായിട്ട് ജങ്ക് ഫുഡ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുട്ടികൾക്ക് ജങ്ക് ഫുഡ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന്. എന്നാൽ പലപ്പോഴും കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങിയും എളുപ്പത്തിൽ ലഭ്യമായതുകൊണ്ടും ജങ്ക് ഫുഡ് കുട്ടികൾക്ക് നാം കൊടുക്കാറുണ്ട്. ജങ്ക് ഫുഡില് ജങ്ക് എന്ന വാക്കിന്റെ മലയാളം അർത്ഥം ചവർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ചവർ ഭക്ഷണം എന്ന് പറയേണ്ടി വരും. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ എന്തിന് കുട്ടികൾക്ക് ഇത് കൂടുതൽ കൊടുക്കുന്നു? ഇത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ജങ്ക് ഫുഡ് സ്ഥിരമായി കഴിച്ചാൽ പൊണ്ണത്തടി, ദഹന പ്രശ്നങ്ങൾ, വൈറ്റമിനുകളുടെയും ന്യൂട്രീഷനുകളുടെയും അഭാവം, ഡിപ്രഷൻ മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് കഫീൻ. കഫീൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലും എത്തുന്നത് കാപ്പി കുടിക്കുന്നതിൽ നിന്ന് തന്നെയാണ്. കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് ഒരു ഉന്മേഷമൊക്കെ കിട്ടുമെങ്കിലും കുട്ടികൾക്ക് അധികം കൊടുക്കുന്നത് അത്ര നല്ലതല്ല. കാരണം കുട്ടികൾക്ക് ദഹനക്കുറവ്, ഉറക്കക്കുറവ്, വയറിന്റെ പ്രശ്നങ്ങൾ, ഉത്കണ്ഠ മുതലായ പ്രശ്നങ്ങൾക്ക് കാരണമാണ്. മാത്രവുമല്ല, ഹൃദയമിടിപ്പിന്റെ താളങ്ങൾക്ക് വ്യത്യാസം വരുത്താനും ബ്ലഡ് പ്രഷറിലെ വ്യത്യാസങ്ങൾ വരുത്താനും കഫീൻ കാരണമാകും. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് അമിതമായി കോഫി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പകരം ഫ്രഷ് ജ്യൂസുകൾ, സ്മൂത്തീസ്, പാൽ ഉൽപ്പന്നങ്ങൾ മുതലായവ കൊടുക്കാവുന്നതാണ്. അതിൽ കുട്ടികൾക്ക് വളരെ ആരോഗ്യകരവുമാണ്. അത് കുട്ടികളുടെ ആരോഗ്യത്തിന് പ്രയോജനകരവുമാണ്. ഇനി നാലാമതായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫ്രൈഡ് ഫുഡ്സ്, വറുത്ത ഭക്ഷണങ്ങൾ. വറുത്തതെന്നും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നും നമുക്ക് പറയാം. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് മിതപ്പെടുത്തുക, അമിതമായി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വറുത്ത ഭക്ഷണങ്ങളിൽ കൊഴുപ്പ്, കലോറി, ഉപ്പ് എന്നിവ അമിതമായി അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ നല്ല എണ്ണയിലൊക്കെ പാകം ചെയ്യുന്ന ഫ്രൈഡ് വിഭവങ്ങൾ കുറച്ച് കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ വലിയ തെറ്റ് പറയാനില്ല. പക്ഷെ കടകളിൽ നിന്നും പാക്കറ്റുകളിൽ നിന്നും ഒക്കെ വാങ്ങി ഫ്രൈഡ് വിഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. വറുത്തെടുക്കുന്ന ഭക്ഷണങ്ങളെക്കാൾ എപ്പോഴും ഗുണകരം ആവിയിൽ വേവിച്ചെടുത്ത ഭക്ഷണങ്ങളാണ്. ആവുന്നതും കുട്ടികൾക്ക് ആവിയിൽ വേവിച്ചെടുത്ത ഭക്ഷണങ്ങൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് സോഡയാണ് ഒഴിവാക്കേണ്ടത്. നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് സോഡ, നാരങ്ങ വെള്ളം. അതുപോലെ തന്നെ സോഡ ചേർത്ത മറ്റ് പല ജ്യൂസുകളും സർബത്തുകളും ഒക്കെ. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കുഴപ്പമുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? നാരങ്ങ വെള്ളവും ഫ്രഷ് ജ്യൂസും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. എന്നാൽ സോഡ അമിതമായി കഴിക്കുന്നത് കുട്ടികളുടെ പല്ലിനും എല്ലിനും ഒക്കെ കേടാണ് എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സോഡയ്ക്ക് ഒരു അസിഡിക് സ്വഭാവമാണുള്ളത്. അമിതമായി കുട്ടികൾക്ക് നൽകുന്നത് നല്ലതല്ല. അതുപോലെ സോഡ വരുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പ്രശ്നമാണ്. കൃത്യമായി സംരക്ഷിക്കാതെ വെയിൽ അധികം അടിച്ചാൽ ഇത്തരം കുപ്പികളിൽ പ്ലാസ്റ്റിക്കിൽ ഉള്ള വിഷാംശങ്ങൾ സോഡയിലേക്ക് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പല റിപ്പോർട്ടുകളും. ഇനി ആറാമതായിട്ടുള്ളത് കൃത്രിമ മധുരം, അതായത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്. ഇത് പ്രധാനമായും ബേക്കറി പലഹാരങ്ങളിലും അതുപോലെ മറ്റു പലഹാരങ്ങളിലുമൊക്കെയാണ് കൂടുതലായി ഉപയോഗിച്ച് കാണുന്നത്. ഇത് ഉപയോഗിക്കുന്നത് മധുരത്തിനും ഇതിന്റെ ഭംഗിക്കും അതുപോലെ തന്നെ ഇത് കേടുകൂടാതെ അധിക നാൾ ഇരിക്കാനും ഇത് സഹായിക്കുന്ന ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ ഉള്ളിൽ അധികം ചെല്ലുന്നത് ആരോഗ്യകരമാണ്. കൃത്രിമ മധുരം ചെറുകുടലിലെ സ്വാഭാവിക ബാക്ടീരിയകളെ നശിപ്പിക്കുകയും അത് ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇത്
കൗമാരത്തിൽ തന്നെ പ്രമേഹം വരുത്തി വെച്ചേക്കാം. പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ പതിവായി കഴിക്കുന്നത് അമിതവണ്ണം ഉണ്ടാക്കുകയും ചെയ്യും. ഇനി 7, അസിഡിക് ഫ്രൂട്ട്സ്, അസിഡിക് പഴങ്ങൾ. ലൈമ്, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, പൈനാപ്പിൾ, പീച്ചസ്, ഓറഞ്ചസ് ഇവ ഒക്കെ തന്നെ അസിഡിക് ഫ്രൂട്ടുകളാണ്. ഇവ സ്ഥിരമായി അമിതമായി കഴിക്കുന്നതാണ് പ്രശ്നമുണ്ടാക്കുക. അല്ലാതെ ഒരു അല്പം കഴിച്ചത് കൊണ്ടോ വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ടോ അല്ല പ്രശ്നം. ചില കുട്ടികളിൽ ഇവ ചർമ്മത്തിൽ തിമിർപ്പുകളും ആസിഡിറ്റിക്ക് കാരണമായ ദഹന പ്രശ്നങ്ങളും ഉണ്ടാക്കും. കൂടാതെ അസിഡിക് പാനീയങ്ങളും ഭക്ഷണങ്ങളും വായുടെ pH അളവ് കുറയ്ക്കുന്നു. അതിനാൽ അവ കഴിക്കുന്നത് പല്ലുകളുടെ തേയ്മാനം ഉണ്ടാക്കാനും സാധ്യത കൂടുതലാണ്. ഒരല്പ നാരങ്ങ ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസോ ഒക്കെ ഭക്ഷണത്തിൽ കലർത്തുന്നതും അങ്ങനെ കുടിക്കുന്നതൊന്നും വലിയ കുഴപ്പമില്ല. എന്നാൽ ഇത് മുഴുവനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക, കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. 8, നൂഡിൽസ്. മിക്ക കുഞ്ഞുങ്ങളുടെയും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നൂഡിൽസ്. നൂഡിൽസ് രുചി കൂട്ടാനായി ചേർക്കുന്ന ചില ഘടകങ്ങളാണ് ഇതിനെ അപകടം വിളിച്ചു വരുത്തുന്നത്. നൂഡിൽസിൽ വലിയ തോതിൽ ലെഡും മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റും അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ പലതവണ വന്നു. ഇവ പതിവായി കഴിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ വളരെ അധികം മോശമായി ബാധിക്കും. അതിനാൽ കുട്ടികൾക്ക് ഇവ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. 9, ടിന്നിലടച്ച ഭക്ഷണങ്ങൾ, ടിൻ ഫുഡ്സ്. ടിന്നിലടച്ച ഭക്ഷണങ്ങളായ മത്സ്യം, അച്ചാറിട്ട പച്ചക്കറികൾ എന്നിവ വിഷബാധയ്ക്ക് കാരണമാകാറുണ്ട്. ഈ ഭക്ഷണങ്ങളും വളരെയധികം സംസ്കരണത്തിലൂടെ കടന്നു പോകുന്നവയാണ്. ഇവയിൽ പോഷകങ്ങൾ വളരെ കുറവായിരിക്കും. അതിനാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഭക്ഷണങ്ങൾ ആവുന്നതും ഒഴിവാക്കുക. ഇനി 10ാമതായിട്ട് പറയാനുള്ളത് മിഠായികളാണ്. ചോക്ലേറ്റുകൾ, മിഠായികൾ, മറ്റു മധുര പലഹാരങ്ങൾ എന്നിവ അമിതമായി കഴിക്കുന്നത് കുട്ടികളുടെ ദന്തപ്രശ്നങ്ങളിലേക്ക് നയിക്കും. അനാരോഗ്യകരമായി ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും ചെയ്യും. അതിനാൽ മിഠായികൾ അമിതമായി വാങ്ങി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പോഷകപ്രദമായ ആഹാരം തിരഞ്ഞെടുത്ത് നൽകുന്നതിലൂടെ അവരുടെ ശക്തിയെയും ബുദ്ധിയെയും വളർച്ചയെയും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കുക. അവർ നന്നായി വളരട്ടെ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പല അറിവുകളും ഈ ചാനലിലുണ്ട്. അത് നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കാനായി ഇനി എഴുതി കാണിക്കുന്ന നമ്പറിൽ മെസ്സേജുകൾ അയക്കുക. ഞാൻ സുനിൽ പ്രഭാകരൻ. നന്ദി, നമസ്കാരം.